ന്യൂസിലേക്ക് പോകാം. ധ്യാൻ ശ്രീനിവാസൻ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന ചലച്ചിത്രം OTT-യിലെത്തി. വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ബാനറിൽ സോഫിയ പോളാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. മിന്നൽ മുരളി എന്ന ചലച്ചിത്രത്തിന് ശേഷം വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഭാഗമായി പുറത്തിറങ്ങിയ ചലച്ചിത്രമാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. നെറ്റ്ഫ്ലിക്സിലാണ് ചിത്രം സ്ട്രീം ചെയ്യുന്നത്. പാച്ചിക്കാവ് എന്ന ഗ്രാമത്തിൽ നടക്കുന്ന കൊലപാതകങ്ങൾ അന്വേഷിക്കാൻ പോലീസും ഉജ്ജ്വലനും നടത്തുന്ന ശ്രമങ്ങളാണ് ഇതിവൃത്തം. രണ്ട് പുതിയ ആഡംബര കാറുകൾ സ്വന്തമാക്കി നടൻ ഉണ്ണി മുകുന്ദൻ. ഇതോടെ ഒരു ദിവസം തന്നെ 2 ലക്ഷറി കാറുകൾ സ്വന്തമാക്കുന്ന മോളിവുഡിലെ ആദ്യ നടനായി ഉണ്ണി മുകുന്ദൻ. ഇന്ത്യയിലേക്ക് അലോട്ട് ചെയ്ത ആകെ 20 കാറുകളിലൊന്നായ മിനി കൂപ്പർ കൺട്രിമാൻ EV ആണ് ഒരു വാഹനം. ഡിഫൻഡർ 2025 മോഡൽ ലക്ഷറിയാണ് മറ്റൊരെണ്ണം. ഗിന്നസ് പക്രു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച 916 കുഞ്ഞൂട്ടൻ എന്ന ചിത്രം OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിച്ചു. ഗിന്നസ് പക്രു തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. ആര്യൻ വിജയ് ആദ്യമായി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ഷാജു ശ്രീധർ, നോബി മാർക്കോസ്, വിജയ് മേനോൻ, കോട്ടയം രമേശ്, നിയ വർഗീസ്, ഡയാന ഹമീദ് എന്നിവരാണ് മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 10 വർഷങ്ങൾക്ക് ശേഷം 2ാം വരവിനൊരുങ്ങുന്നു ബ്രഹ്മാണ്ഡ ചിത്രം ബാഹുബലി. 2 ഭാഗങ്ങളും ഒന്നിച്ച് ഒരൊറ്റ ചിത്രമായാണ് തിയേറ്ററുകളിൽ വീണ്ടും എത്തുക. ഒക്ടോബർ 31-നാണ് ബാഹുബലി വീണ്ടും തിയേറ്ററുകളിലെത്തുന്നത്. ലോകവ്യാപക റിലീസാണ് ഒരുക്കുന്നത്. ഇന്ത്യക്ക് പുറമെ നോർത്ത് അമേരിക്കയിലും ഫ്രാൻസിലും ജപ്പാനിലുമെല്ലാം ചിത്രമെത്തും. ധനുഷിനെ പ്രധാന കഥാപാത്രമാക്കി ആനന്ദ് എൽ റായ് സംവിധാനം ചെയ്ത ഹിന്ദി ചിത്രം രാഞ്ജന വീണ്ടും തിയേറ്ററുകളിലെത്തുന്നു. സോനം കപൂർ നായികയായ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയം കൈവരിച്ചിരുന്നു. ചിത്രത്തിന്റെ തമിഴ് പതിപ്പായ അംബികാപതിയാണ് റീ-റിലീസിന് ഒരുങ്ങുന്നത്. AI-യുടെ സഹായത്തോടെ പുത്തൻ ക്ലൈമാക്സുമായാണ് റീ-റിലീസ്. ഷെബി ചൗലൌട്ട് സംവിധാനം ചെയ്യുന്ന വേറെ ഒരു കേസ് എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. സമൂഹത്തിലെ നീതി നിഷേധങ്ങൾക്കെതിരെയാണ് ചിത്രം. വിജയ് നെല്ലിസ്, അലൻസിയർ, ബിന്നി സെബാസ്റ്റ്യൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രത്തിൽ വിനോജ് കുളത്തൂർ, അംബി പ്രദീപ് തുടങ്ങിയ താരനിരയാണുള്ളത്. രാഘവ് മിർദത്ത് സംവിധാനം ചെയ്ത ബൺ ബട്ടർ ജാം എന്ന പാൻ ഇന്ത്യൻ തമിഴ് സിനിമ ജൂലൈ 18-ന് റിലീസ് ചെയ്യും. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിലാണ് റിലീസ്. സുരേഷ് സുബ്രഹ്മണ്യൻ നിർമ്മിച്ച ചിത്രത്തിൽ ബിഗ് ബോസ് തമിഴ് താരം രാജുവാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ജൻ സെഡിന്റെ ബന്ധങ്ങളെക്കുറിച്ചുള്ള രസകരമായ കാഴ്ചപ്പാടാണ് ചിത്രം അവതരിപ്പിക്കുന്നത് എന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത്. ശാന്തത പാലിക്കുക, ബൺ ബട്ടർ ജാം കഴിക്കുക എന്നതാണ് ചിത്രത്തിന്റെ ടാഗ് ലൈൻ എന്ന് വാർത്താ സമ്മേളനത്തിൽ അണിയറ പ്രവർത്തകർ അറിയിച്ചു. നവാഗത സംവിധായകൻ ഫൈസൽ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രം മേനെ പ്യാർ കിയ ഓണത്തിന് പ്രദർശനത്തിനെത്തും. ഋതു ഹാറൂൺ, പ്രതി മുകുന്ദൻ, അസ്കർ അലി, മിദൂട്ടി അർജിയോ, ജഗദീഷ് ജനാർദ്ദനൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. മുറ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം ഋതു ഹാറൂൺ നായകനായ ചിത്രമാണ് മേനെ പ്യാർ കിയ.